എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നോക്കുവാൻ പോകുന്നത് റെഗുലേറ്റിംഗ് ആക്ടിനെ പറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വന്നത് മതപരിവർത്തനം, അതുപോലെ തന്നെ വ്യാപാരം, കച്ചവടം തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. തുടർന്ന് ഇന്ത്യയിൽ അവർ കോളനിക്ക് സ്ഥാപിക്കുകയും ഇന്ത്യക്കാരെ അടക്കി ഭരിക്കാനും ആരംഭിച്ചു. തുടർന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുക്കുകയുണ്ടായി. തുടർന്ന് നിരവധി നിയമങ്ങൾ ബ്രിട്ടീഷ് പാർലമെൻറ്റ് കോളനികളിൽ നടപ്പിലാക്കി. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1773 റെഗുലേറ്റിംഗ് ആക്ട് അവർ നിലവിൽ കൊണ്ടുവന്നത്. ഇത് എന്താണെന്ന് ചോദിച്ചാൽ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് നടത്തിയ ഏറ്റവും ആദ്യത്തെ ശ്രമമായിരുന്നു റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1773. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നതിന് ഇതിലൂടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ, അതായത് ഇന്ത്യയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് നിയന്ത്രിക്കാൻ സാധിച്ചു എന്നതാണ്. കൂടാതെ ഈ നിയമത്തിലൂടെയാണ് ഇന്ത്യയിലെ കേന്ദ്രീകൃത ഭരണ സമ്പ്രദായത്തിന് തുടക്കം കുറിക്കുകയും ഉണ്ടായത്. എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് നടത്തിയ ആദ്യത്തെ ഒരു ശ്രമമാണ് റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്നത്. ഇതിലൂടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ പാർലമെൻറ്റ് നിയന്ത്രിക്കുകയുണ്ടായി. മാത്രവുമല്ല, ഇതിലൂടെ ഇന്ത്യയിലെ കേന്ദ്രീകൃത ഭരണ സമ്പ്രദായത്തിന് തുടക്കം കുറിക്കുകയും ഉണ്ടായി. അപ്പോൾ ഈ റെഗുലേറ്റിംഗ് ആക്ടിന് നിരവധിയായ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അവ എന്തെല്ലാമാണ് നോക്കിയാൽ, ആദ്യത്തേതാണ്, അപ്പോൾ ഈ റെഗുലേറ്റിംഗ് ആക്ടിലൂടെ ബംഗാളിലെ ഗവർണർക്ക് ഗവർണർ ജനറൽ സ്ഥാനം നൽകുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ മൊത്തമായിട്ട് ഒരൊറ്റ ഗവർണറായി മാറുകയും ചെയ്തു. എന്താണ് റെഗുലേറ്റിംഗ് ആക്ടിലൂടെ ബംഗാളിലെ ഗവർണർക്ക് ഗവർണർ ജനറൽ സ്ഥാനം നൽകി നിയമിച്ചു. കൂടാതെ ഇതിൻ്റെ ഫലമായിട്ട് ഇന്ത്യ മൊത്തമായിട്ട് ഒരൊറ്റ ഗവർണറായി മാറി. മാത്രമല്ല, ഇന്ത്യയുടെ മൊത്തം പദവി അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. കൂടാതെ 4 അംഗങ്ങൾ അടങ്ങിയ ഒരു എക്സിക്യൂട്ടീവ് കൗൺസിലും ഇതിൽ പ്രകാരം രൂപീകരിക്കുകയുണ്ടായി. രണ്ടാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്, ഈ റെഗുലേറ്റിംഗ് ആക്ടിലൂടെ ഇന്ത്യ മൊത്തമായിട്ട് ഒരൊറ്റ ഗവർണറായിട്ട് മാറിയതോടു കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ തൊഴിൽ എന്ന് പറയുന്നത് ധാരാളം ഡിഫിക്കൽട്ടീസ്, വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. അതുകൊണ്ട് തന്നെ മദ്രാസിലെയും അതുപോലെ തന്നെ ബോംബെയിലെയും ഗവർണർമാരെ ഈ ബംഗാളിലെ ഗവർണറെ സഹായിക്കാൻ വേണ്ടി നിയോഗിച്ചു. കൂടാതെ ഈ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ചത്. കൂടാതെ ഇതിൻ്റെ ഭാഗമായിട്ട് ആ കാലഘട്ടത്തിൽ സ്വകാര്യ വ്യാപാരം തടയപ്പെടുകയുണ്ടായി. കൂടാതെ ആ കാലഘട്ടത്തിൽ ദ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും ഈ നിയമത്തിൻ്റെ ഫലമായിട്ട് സ്ഥാപിക്കപ്പെട്ടു. മാത്രവുമല്ല, ഈ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രാഷ്ട്രീയപരമായതും അതുപോലെ തന്നെ ഭരണപരമായിട്ടുള്ളതുമായ എല്ലാ ചുമതലകളും കൃത്യമായിട്ട് വേർതിരിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റെഗുലേറ്റിംഗ് ആക്ടിലൂടെ പ്രധാനമായിട്ടും പറയുവാനുള്ളത്. ഇത് നിലവിൽ വന്നത് 1773. ഇത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് കൊണ്ടുവന്ന നിയമമാണ്. അതുപോലെ തന്നെ ഇതിൽ പ്രകാരം ബംഗാളിലെ ഗവർണർക്ക് ഗവർണർ ജനറൽ സ്ഥാനം നൽകി. കൂടാതെ അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി മദ്രാസിലെയും അതുപോലെ തന്നെ ബോംബെയിലെയും ഗവർണർമാരെ നിയമിച്ചു. കൂടാതെ കൽക്കട്ടയിൽ സുപ്രീം കോടതി ഇതിൻ്റെ ഭാഗമായിട്ട് സ്ഥാപിക്കപ്പെട്ടു. കൂടാതെ സ്വകാര്യ വ്യാപാരം തടയുകയും ദ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് സ്ഥാപിക്കുകയും ചെയ്തു. കൂടാതെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രാഷ്ട്രീയപരവും അതുപോലെ തന്നെ ഭരണപരവുമായിട്ടുള്ള എല്ലാതരം ചുമതലകളും ഇതിൽ പ്രകാരം വേർതിരിക്കുകയുണ്ടായി. ഇത്രയും കാര്യങ്ങളാണ് റെഗുലേറ്റിംഗ് ആക്ടിനെ പറ്റി പറയാനുള്ളത്.